നമസ്കാരം. നെതന്യാഹുവിനെ തടവിലാക്കി ട്രംപിന്റെ സൈന്യം. ഇറാനെ തൊട്ടാൽ ഇസ്രായേലിനെ ചാമ്പലാക്കാൻ ട്രംപ്. പശ്ചിമേഷ്യയിലെ മാസങ്ങളോളം നീണ്ടുനിന്ന സൈനിക സംഘർഷങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കുമൊക്കെ ഒടുവിൽ വിരാമമിടാൻ ലക്ഷ്യമിട്ട് അമേരിക്കയും ഇറാനും സമാധാന ചട്ടക്കൂട് കരാറിലെത്തുന്ന പ്രഖ്യാപനം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ കരാറിനേക്കാൾ കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ നടത്തിയ അപൂർവവും കടുത്തതുമായിട്ടുള്ള പരസ്യ വിമർശനങ്ങളാണ്. സാധാരണയായിട്ട് ഇസ്രായേലിന്റെ ശക്തമായിട്ടുള്ള പിന്തുണക്കാരനായി കണക്കാക്കപ്പെടുന്ന ട്രംപ് ഇത്തവണ നെതന്യാഹുവിനെ വളരെ ബുദ്ധിമുട്ടുള്ള വ്യക്തി എന്ന് വിശേഷിപ്പിക്കുന്ന തലത്തിലേക്ക് എത്തപ്പെടുകയും അമേരിക്ക നടത്തിയ നയതന്ത്ര ഇടപെടലുകൾക്ക് ഇസ്രായേൽ നന്ദിയുള്ളവരായിരിക്കണമെന്ന് തുറന്നു പറയുകയും ചെയ്തു. ന്യൂയോർക്ക് ടൈംസിൽ നൽകിയ അഭിമുഖത്തിൽ ട്രംപ് നടത്തിയ ഈ പരാമർശങ്ങൾ അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെട്ട പുതിയ ധാരണയുടെ പശ്ചാത്തലത്തിലാണ് പുറത്തു വന്നത്. മാസങ്ങളായി നീണ്ടുനിന്ന സംഘർഷങ്ങൾ അത് അവസാനിപ്പിക്കുവാനും മേഖലയിൽ സ്ഥിരത പുനഃസ്ഥാപിക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ സമാധാന ചട്ടക്കൂട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കരാർ പ്രകാരം സൈനിക നടപടികൾ നിർത്തിവെക്കുകയും ഇറാന്റെ ആണവ പദ്ധതി, ഉപരോധ ഇളവുകൾ, മേഖലാ സുരക്ഷാ ക്രമീകരണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ വിശദമായുള്ള ചർച്ചകൾ ആരംഭിക്കുക കൂടിയാണ് ലക്ഷ്യം. അപ്പോൾ ട്രംപിന്റെ അഭിപ്രായത്തിൽ ഈ കരാർ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഇസ്രായേലിനാണ്. ഇറാൻ ആണവായുധ ശേഷി നേടിയിരുന്നുവെങ്കിൽ ഇസ്രായേലിന്റെ സുരക്ഷ തന്നെ ഗുരുതരമായിട്ടുള്ള ഭീഷണിയിലാകുമായിരുന്നു എന്നാണ് ട്രംപ് വാദിച്ചത്. ഇറാന്റെ കൈവശം ഒരു ആണവ ബോംബ് ഉണ്ടായിരുന്നെങ്കിൽ ഇസ്രായേൽ 2 മണിക്കൂർ പോലും നിലനിൽക്കുമായിരുന്നില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിന്റെ പരാമർശം അത്രത്തോളം ആണ് എന്നുള്ളതാണ്. അതായത് ഇറാനോടൊപ്പം ചേർന്ന് എങ്ങനെയെങ്കിലും സമാധാന കരാർ ഉണ്ടാക്കിയാൽ മതി എന്നുള്ള നിലയിലേക്ക് ട്രംപ് എത്തിച്ചേർന്നിരിക്കും. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഇടപെടലിലൂടെ ഇറാനെ നിയന്ത്രണ ചട്ടക്കൂടിലേക്ക് കൊണ്ടുവന്നതിൽ നെതന്യാഹു നന്ദിയുള്ളവനായിരിക്കണമെന്നാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. അപ്പൊ ഈ പരാമർശങ്ങളുടെയൊക്കെ മറ്റൊരു പ്രധാന വശം നെതന്യാഹുവിന്റെ എതിർപ്പുകൾ അവഗണിച്ചാണ് അമേരിക്ക ഇറാനുമായിട്ട് കരാറിലെത്തിയതെന്ന ട്രംപിന്റെ വെളിപ്പെടുത്തലുകളാണ്. അപ്പൊ വർഷങ്ങളായിട്ട് ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചു വരുന്ന ഇസ്രായേൽ സർക്കാർ, പ്രത്യേകിച്ച് ഈ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏതു തരത്തിലുള്ള ധാരണയെ സംശയത്തോടു കൂടിയാണ് കണ്ടിരുന്നത് എന്നതാണ്. ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാതെ ഒരു കരാറും അംഗീകരിക്കാനാവില്ല എന്നായിരുന്നു ഇസ്രായേലിന്റെ നിലപാട് പോലും. എന്നാൽ ഇത്തവണ ട്രംപ് ആ എതിർപ്പുകൾ മറികടന്ന് മുന്നോട്ട് പോയതായിട്ടുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തിയ സമയത്ത് ലെബനനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണം ട്രംപിന്റെ അസ്വസ്ഥതയ്ക്ക് കാരണമായി. ബൈറൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ നടന്ന ആക്രമണം സമാധാന കരാറിന്റെ ഒപ്പിടൽ മണിക്കൂറുകൾ വൈകിപ്പിച്ചു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അതായത് നമ്മൾ കരാറിൽ ഒപ്പിടാൻ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് ആക്രമണം നടന്നത് എന്നാണ്. അത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ള ട്രംപിന്റെ പ്രതികരണം തന്നെ ഇസ്രായേൽ നടപടികളോടുള്ള അദ്ദേഹത്തിന്റെ അസംതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു. സമാധാന ശ്രമങ്ങളെ അപകടത്തിലാക്കുന്ന നടപടികൾ ആവർത്തിക്കരുതെന്ന് അദ്ദേഹം നെതന്യാഹുവിനോട് നേരിട്ട് തന്നെ അറിയിക്കുകയും ചെയ്തു. അതേസമയം ഇറാനുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ചട്ടക്കൂട് കരാർ ഇപ്പോഴും അന്തിമ രൂപം പ്രഖ്യാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രാപിച്ചിട്ടില്ല. അടുത്ത 60 ദിവസത്തിനുള്ള ആണവ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ ചർച്ചകൾ നടക്കും. ഉപരോധ ഇളവുകൾ, യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ പരിധികൾ, അന്താരാഷ്ട്ര പരിശോധനാ സംവിധാനങ്ങൾ എന്നിവ ചർച്ചകളിലെ നിർണായക വിഷയങ്ങളായി മാറുകയും ചെയ്യും. ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി പുനരാരംഭിക്കാമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകുകയാണ്. അതോടൊപ്പം മേഖല സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഇറാൻ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സൂചന അടക്കം മുന്നോട്ട് വരുന്നു. അപ്പൊ ഈ കരാറിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ അടക്കം ശ്രദ്ധേയമാവുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിൽ ഒന്നായിട്ടുള്ള ഹോർമൂസ് കടലിലേക്ക് സുരക്ഷിതമായി തുടരാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ വിപണികളെ ഇപ്പോൾ ആശ്വാസത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് പറയാം. കരാർ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ആഗോള എണ്ണ വിലയിൽ ഏകദേശം 5% ഇടിവ് രേഖപ്പെടുത്തിയതും ഇതിന്റെ ഒരു സൂചനയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ ലോകത്തെ സമുദ്രമാർഗ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു പങ്കാണ് കടന്നുപോകുന്നത്. അപ്പൊ അതിനാൽ ഈ ജലപാതയിലെ സ്ഥിരത അത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായകമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതിനിടെ കരാറിനോട് ഇസ്രായേലിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. മാത്രമല്ല അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ ഇസ്രായേൽ നേരിട്ടൊരു കക്ഷിയല്ല എന്ന നിലപാടാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരടക്കം സ്വീകരിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും കരാറിന്റെ വ്യവസ്ഥകൾ ഇറാനെ അനുകൂലിക്കുന്നതാണോ എന്ന ആശങ്ക അത് ഇസ്രായേൽ സുരക്ഷാ വൃത്തങ്ങളിൽ നിലനിൽക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ആണവ വിഷയത്തിൽ ഇറാനെതിരെ കൂടുതൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വേണമെന്ന ആവശ്യമടക്കം ഇസ്രായേൽ മുന്നോട്ട് വെക്കുകയാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ സമാധാന ചട്ടക്കൂട് പശ്ചിമേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുള്ള ഒരു നീക്കമാണ് ഇതെന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ രൂപപ്പെടുന്നുവെന്ന സൂചന അടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇത് വർഷങ്ങളായി അടുത്ത സഖ്യകക്ഷികളായി കണക്കാക്കപ്പെട്ടിരുന്ന 2 നേതാക്കൾക്കിടയിൽ നയതന്ത്രപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി പുറത്തു വരുന്നത് വരും മാസങ്ങളിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള
പ്രശ്നങ്ങൾ ഇനി ഇസ്രായേൽ ഉണ്ടാക്കുകയാണെങ്കിൽ, ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിനെ ചാമ്പലാക്കാൻ ട്രംപിന്റെ സൈന്യം സജ്ജമാണ് എന്നതാണ്. മാത്രമല്ല നെതന്യാഹുവിനെ ട്രംപിന്റെ സൈന്യം തന്നെ തടവിലാക്കി അകത്തിടുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും വേണ്ട.